അല്ലാതെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നതാണ് യുദ്ധം നമ്മൾ നിർത്തും. അപ്പോൾ അമേരിക്കയുടെ പ്രൈമസിയാണ് പുള്ളിയുടെ പോളിസി ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മളൊക്കെ സോവറൻ കൺട്രീസ് അല്ലേ. യു കനോട്ട് ജസ്റ്റ് അക്സെപ്റ്റ് എവറിത്തിങ് ദാറ്റ് ഹി സേസ്. നമ്മളൊരു ഗുഡ് വില്ലിൻ്റെ പുറത്ത് അയച്ചേക്കാൻ പറഞ്ഞു, അവർ നമ്മളോട് പറയുക പോലും ചെയ്യാതെ ആളുകളെ അയച്ചു, അവർ ചങ്ങലയിട്ട് കൊണ്ടുവന്നു. അതൊക്കെ വളരെ മോശമായിപ്പോയി. അടുത്ത 4 വർഷത്തെ നമ്മുടെ US ഇന്ത്യ അജണ്ട നിശ്ചയിക്കുക തന്നെ ചെയ്യും ഈ അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അമേരിക്ക വാസ് ടു ഗ്രേറ്റ് അഗൈൻ. അതൊക്കെ ബാക്കിയെല്ലാം സെക്കൻഡറി കൺസിഡറേഷനാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ നോക്കുന്നത് അമേരിക്ക ഗ്രേറ്റ് ആകാൻ നമുക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയുമെന്നാണ്. അല്ലാതെ നമ്മൾ രണ്ടുപേരെയും സഹായിക്കുക എന്നുള്ള ഒരു ഫിലോസഫി അദ്ദേഹത്തിനില്ല. നമസ്കാരം. ട്രംപ് അമേരിക്കയുടെ 2ാമത് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു അവസരത്തിലാണ് മോദി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കുടിയേറ്റക്കാരെ ഉൾപ്പെടെ ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സന്ദർശനം എത്രമാത്രം നമുക്ക് ഇന്ത്യക്കാർക്ക് ഗുണകരമാകുമെന്നത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധനുമായ TP ശ്രീനിവാസൻ സാറാണ്. നിർണായകമായൊരു അവസരത്തിൽ മോദി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ്? കാരണം ഈ കുടിയേറ്റ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണയായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശ്രീ മോദി പോയിരുന്നെങ്കിൽ, ഒരു സാധാരണ സർക്കംസ്റ്റാൻസസിലായിരുന്നെങ്കിൽ ഇതൊരു വലിയ നേട്ടമായിരുന്നേനെ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ പ്രസിഡന്റിനെ കാണുന്നു, പുതിയ അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ചെയ്ത പല പ്രഖ്യാപനങ്ങളും ലോകത്തെ മുഴുവൻ ചലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ലോകത്തെ മുഴുവൻ ചലഞ്ച് ചെയ്ത് എല്ലാം മാറ്റണം, ഞാനെല്ലാം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് അവിടെ പോയി എന്താ പറയാൻ കഴിയുക? നമ്മൾ വി ക്യാൻ ഓൺലി ആസ്ക് ഫോർ ഇക്വിറ്റി, ജസ്റ്റിസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇക്വിറ്റിയും ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുമായിട്ട് യോജിക്കില്ല. കാനഡയെ ഏറ്റെടുക്കണം, ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കണം എന്നൊക്കെ പറയുന്നതിനകത്തൊരു ലോജിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പിന്നെ 2 സംഭവങ്ങളുമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കുടിയൊഴിക്കൽ ഒരു വലിയ ഒരു ആശയമായിട്ട് എടുത്തിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ അജണ്ട. 21 മില്യൺ ആളുകളെ എങ്ങനെയാണ് പുറത്താക്കുക? അത് നടക്കാൻ പോകുന്നില്ല, കുറേ വർഷങ്ങളെടുക്കും. അതിനടുത്ത് തന്നെ അദ്ദേഹം ഒരു ട്രേഡ് വാറിനെ പറ്റി പറഞ്ഞിരുന്നു, അല്ലേ? ഇത് 2ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് അജണ്ട ഐറ്റംസ്. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇത് 2ഉം കൂടെ ലിങ്ക്ഡായി. കാരണം കൊളംബിയയിലേക്ക് ആളുകളെ അയച്ചപ്പോൾ അവർ അനുവദിച്ചില്ല പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ. ട്രേഡ് വാർ തുടങ്ങി. അപ്പോൾ ഡിപ്പോർട്ടേഷനും ട്രേഡ് വാറും കൂടെ ഒരു ലിങ്കേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ റെസിസ്റ്റ് ചെയ്തില്ലല്ലോ. ഇതിനു മുമ്പും ഇങ്ങോട്ട് വന്നോട്ടെ എന്നുള്ളൊരു, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ രീതി വ്യത്യാസമായതുകൊണ്ട് ഗവൺമെൻറ് ചോദിക്കണം തന്നെ ഏത് പ്ലെയിനിലാണ് നിങ്ങൾ, ആരാണ് അയക്കുന്നത് എന്ന് ഡോക്യുമെൻറ്റ്സ് കാണണം, അല്ലെങ്കിൽ അവരെ കാണണം എന്നൊക്കെ പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഗുഡ് വില്ലിൻ്റെ പുറത്ത് അയച്ചേക്കാൻ പറഞ്ഞു, അവർ നമ്മളോട് പറയുക പോലും ചെയ്യാതെ ആളുകളെ അയച്ചു, അവർ ചങ്ങലയിട്ട് കൊണ്ടുവന്നു. അതൊക്കെ വളരെ മോശമായിപ്പോയി. അപ്പോൾ ഈ സന്ദർശനത്തിൽ അത് നമ്മൾ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും അതാണൊരു വലിയ ഇഷ്യൂ. ഡിപ്പോർട്ടേഷനും ട്രേഡ് വാറും കൂടെ ഉള്ള ഒരു ലിങ്കേജ്. അപ്പോൾ 2 കാര്യത്തിലും നമുക്കൊരു നല്ല പേജിലല്ല നമ്മൾ തുടങ്ങുന്നത്. മുമ്പത്തെ ഉണ്ടായിരുന്ന ടെക്നോളജി ഡെവലപ്മെൻറ്റ്, മോദി തുടങ്ങി വെച്ച ട്രേഡ് കോൺസെഷൻസ്, ട്രേഡ് ഡിസ്കഷൻസ്, അതൊക്കെ റിസീവ് ചെയ്യാമായിരുന്നു, ഹൈ ടെക്നോളജി. പക്ഷേ അതല്ല ഇപ്പോൾ വരാൻ പോകുന്നത്. അത് വരും, പക്ഷേ ആദ്യം വരാൻ പോകുന്നത് ഈ ട്രേഡ് വാറിൻ്റെ ഇഷ്യൂസും അതുപോലെ ഡിപ്പോർട്ടേഷൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അതുകൊണ്ട് അത്ര വിജയകരമായിരിക്കില്ല ഈ സന്ദർശനം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അടുത്ത 4 വർഷത്തെ നമ്മുടെ US ഇന്ത്യ അജണ്ട നിശ്ചയിക്കുക തന്നെ ചെയ്യും ഈ മീറ്റിങ്ങുകൾ. ചിത്രത്തിൽ കാണുന്നത് പോലെയല്ല, ഈ ഇന്ത്യ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറയാറുള്ളത്. സത്യത്തിൽ ഫ്രണ്ടാണെങ്കിലും ഫസ്റ്റ് ഈസ് അമേരിക്ക എന്നല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈസ് എ വാം റിലേഷൻഷിപ്പ് വിത്ത് മോദി. അവർ രണ്ടുപേരും പലതരത്തിലും സാമ്യമുള്ളവരാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ട്. പക്ഷേ ഹിസ് തിങ് ഈസ് അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അമേരിക്ക വാസ് ടു ഗ്രേറ്റ് അഗൈൻ. അതൊക്കെ ബാക്കിയെല്ലാം സെക്കൻഡറി കൺസിഡറേഷനാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ നോക്കുന്നത് അമേരിക്ക ഗ്രേറ്റ് ആകാൻ നമുക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയുമെന്നാണ്. അല്ലാതെ നമ്മൾ രണ്ടുപേരെയും സഹായിക്കുക എന്നുള്ള ഒരു ഫിലോസഫി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ ഈ ഡിസ്കഷൻ വളരെ നല്ലതാണ്. ഏർലിയിൽ അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിൻ്റെ കോൺസിക്വൻസസ്. അപ്പം മോദിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഹി ക്യാൻ പുട്ട് ഇൻ സം എമൗണ്ട് ഓഫ് റിസ്ട്രെയിൻറ്റ് ഓൺ ഓൾ ദിസ്. അതുപോലെ വി കുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ വാട്ട് ഹി വാണ്ട്സ് ടു സ്റ്റോപ്പ് ദ വാർ.
അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യാം, പിന്നെ ന്യൂക്ലിയർ കോപ്പറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിനോട് സഹകരിക്കാവുന്നതാണ്. പക്ഷേ ഈ ഡിപ്പോർട്ടേഷനും ട്രേഡ് വാറും കൂടെയുള്ള ലിങ്കേജ് വന്നതുകൊണ്ട് ഒരു ശരിയായ ഒരു ഡിസിഷനിൽ ഉടനെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ നോക്കാം എന്നൊക്കെ അല്ലേ പറയുള്ളൂ. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഒരുപക്ഷെ സന്ദർശനം കൂടുതൽ ഫലപ്രദമാകുമായിരുന്നത്. പക്ഷേ എന്തായാലും അവർ തമ്മിൽ കാണുന്നതുകൊണ്ട് നല്ല എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാകും. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ലല്ല, ഇതിൽ കൂടുതൽ നേരത്തെ പോകാനൊക്കില്ലല്ലോ. അത് മൂന്നാമത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റാണ് പോകുന്നത്. അവരുടെ ക്ലോസസ്റ്റ് അലൈസ് UK-യോ ജർമ്മനിയോ അവരൊന്നും പോയിട്ട് പോലുമില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിലാണ് അദ്ദേഹം നമുക്കൊരു മീറ്റിംഗ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇറ്റ് ഓൺലി കം ഗുഡ് വിൽ കം. ഈ സമ്മിറ്റിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ദേ വിൽ ഓൺലി സേ തിങ്സ് വിച്ച് ക്യാൻ ബി അക്കോംപ്ലിഷ്ഡ്. അതുകൊണ്ട് ഐ എം എക്സ്പെക്ടിങ് ബൈ ടുമോറോ മോർണിംഗ് വിൽ ഹാവ് സം ഗുഡ് ന്യൂസ്. ഈ ട്രംപിൻ്റെ ഈ നിലപാടുകൾ ഈ ലോകക്രമത്തെ തന്നെ ഏത് രീതിയിലായിട്ട് എത്തിക്കുക, സൗഹൃദത്തിൻ്റെ വലയത്തിലാണോ? ഒട്ടുമല്ല. സൗഹൃദത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ പ്രസംഗത്തിൽ അദ്ദേഹം അമേരിക്കയുടെ യൂണിറ്റിയെ പറ്റിയോ ലോകത്തിൽ കോഓപ്പറേഷൻ്റെ ആവശ്യത്തിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. പ്രസിഡൻ്റ് ആകുമ്പം ഒരാൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ടും അതിനകത്തില്ല. അല്ലാതെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നതാണ്, യുദ്ധം നമ്മൾ നിർത്തും. അപ്പോൾ അമേരിക്കയുടെ പ്രൈമസിയാണ് പുള്ളിയുടെ പോളിസി ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മളൊക്കെ സോവറൻ കൺട്രീസ് അല്ലേ. യു കനോട്ട് ജസ്റ്റ് അക്സെപ്റ്റ് എവറിത്തിങ് ദാറ്റ് ഹി സേസ്. അപ്പോൾ അതുകൊണ്ടൊരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അവർക്ക് ചൈനയുടെ കാര്യത്തിലാണ് അവർക്ക് നമ്മളെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് അവരൊന്നിനും പോവില്ല. കാരണം ചൈനയെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ത്യ ഇല്ലാതെ നോക്കില്ലല്ലോ. കാരണം ബോർഡറില്ലല്ലോ അവർക്ക്. ഇപ്പോൾ ചൈന അറ്റാക്ക് ചെയ്യണമെങ്കിൽ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? അപ്പോൾ ചൈനക്കാർ ഇങ്ങോട്ട് വന്നാലും ആദ്യം ഇന്ത്യയിലായിരിക്കും കയറുന്നത്. അപ്പോൾ 2020 ട്രംപ് വാസ് ഓൺ അവർ സൈഡ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ കാര്യത്തിൽ നമുക്ക് വി ക്യാൻ ബി ഷുവർ. ബാക്കി ഒരു കാര്യത്തിലും നമുക്ക് ഷുവർ ആകാൻ പാടില്ല. അത് ഈ ചർച്ചകളിൽ നിന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ.